നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. കുടിയാന്മാരുടെ ഉപമ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 33 മുതൽ 46 വരെ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. മറ്റൊരു ഉപമ കേൾപ്പീൻ. ഗൃഹസ്ഥനായൊരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിന് വേലി കെട്ടി, അതിൽ ചക്കു കുഴിച്ചിട്ടു, ഗോപുരവും പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി. ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാരോ അവൻ്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. അവൻ പിന്നെയും മുമ്പിലത്തേതിലും അധികം ദാസന്മാരെ അയച്ചു. അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. ഒടുവിൽ അവൻ, എൻ്റെ മകനെ അവർ ശങ്കിക്കുമെന്ന് പറഞ്ഞ് മകനെ അവരുടെ അടുക്കൽ അയച്ചു. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവീൻ, നാം അവനെ കൊന്ന് അവൻ്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്തു ചെയ്യും? അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടമേൽപ്പിക്കും എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കല്ലിന്മേൽ വീഴുന്നവർ തകർന്നു പോകും. അത് ആരുടെ മേൽ എങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കുമെന്ന് പറഞ്ഞു. അവൻ്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശന്മാരും കേട്ടിട്ട് തങ്ങളെക്കൊണ്ട് പറയുന്നു എന്ന് അറിഞ്ഞ് അവനെ പിടിപ്പാൻ അന്വേഷിച്ചു. എന്നാൽ പുരുഷാരം അവനെ പ്രവാചകൻ എന്ന് എണ്ണുക കൊണ്ട് അവരെ ഭയപ്പെട്ടു. നമ്മുടെ കർത്താവിനെ പരീക്ഷിക്കാൻ സമീപിച്ച മഹാപുരോഹിതന്മാരോടും പരീശന്മാരോടും ശാസ്ത്രിമാരോടും ഒക്കെ യേശു അവസാനമായിട്ട് ഒരു ഉപമ പറയുകയാണ്. ഗൃഹസ്ഥനായ ഒരു മനുഷ്യന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് ദൂരദേശത്തേക്ക് പോയി. അനുഭവം ആയ സമയത്ത് വിളവിൻ്റെ തനിക്കുള്ള ഫലം, തനിക്കുള്ള വീതം ലഭിക്കേണ്ടതിന് അവൻ ദാസന്മാരെ അയച്ചു. പക്ഷേ ദാസന്മാർ ചിലരെ അവർ തല്ലി, ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ കൊന്നുകളഞ്ഞു. ആ ഗൃഹസ്ഥനായ മനുഷ്യൻ വേറെ ചില ദാസന്മാരെ അയച്ചു. അവരോട് അങ്ങനെ ചെയ്തു. അവസാനം എൻ്റെ പുത്രനെ ഞാൻ അയക്കും, അവനെ ശങ്കിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ പുത്രനെ അവർ തോട്ടത്തിന് പുറത്താക്കി കൊന്നുകളഞ്ഞു. അങ്ങനെയുള്ള ആ യജമാനൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും പറയുകയാണ്, അവരിൽ നിന്ന് ആ തോട്ടം പിടിച്ചു വാങ്ങിച്ച് വേറെ ആളിനെ ഏൽപ്പിക്കും. യേശു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതിനൊരു വാക്യമുണ്ട്, 112 സങ്കീർത്തനത്തിലാണ്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ് കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ആ വാക്യത്തിൻ്റെ അർത്ഥം ഇവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാണ് ഇതിൻ്റെ അർത്ഥം? യഹൂദന്മാർ ദൈവപുത്രനായ യേശുവിനെ തള്ളിക്കളയും. എന്നാൽ യേശു സഭയുടെ ആണിക്കല്ല്, ക്യാപ്സ്റ്റോൺ ആയിത്തീരാനിടയായിത്തീരും. അതായത് യഹൂദന്മാരെ തള്ളിയിട്ട് ദൈവം പുറജാതികളെ അംഗീകരിക്കും. അതാണ് യേശു അവരോട് സ്പഷ്ടമായിട്ട് പറഞ്ഞത്. യോഹന്നാൻ സുവിശേഷം 1 അധ്യായത്തിൽ 12 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു എന്നാണ്. യഹൂദന്മാർ യേശുവിനെ തള്ളി. അവരുടെ യെരുശലേം ദേവാലയത്തെ
തേജസ്സുള്ളതാക്കി തീർത്തത്, വിലയുള്ളതാക്കി തീർത്തത്, അവിടെ അദൃശ്യനായി വസിച്ചത് യേശു ആയിരുന്നു എന്ന് അവരറിഞ്ഞില്ല. അതുപോലെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചത്, മരങ്ങളെയും മൃഗങ്ങളെയും മത്സ്യങ്ങളെയും സൃഷ്ടിച്ചത്, കാറ്റിനെയും കടലിനെയും സൃഷ്ടിച്ചത്, വായുവിനെയും വെള്ളത്തെയും മഴയെയും എല്ലാം സൃഷ്ടിച്ചത്, അവർക്ക് ആഹാരം വിളയിച്ച് നൽകുന്നത് യേശുവാണ് എന്നവരറിഞ്ഞില്ല. അവരുടെ ധാരണ യേശു മറിയാമിൻ്റെ മകൻ അല്ലെങ്കിൽ തച്ചൻ്റെ മകൻ എന്നാണ്. പക്ഷെ പ്രവചനപ്രകാരം യേശു ഒരു യഹൂദ സ്ത്രീയിൽ നിന്ന് ദാവീദിന്റെ വംശത്തിൽ യഹൂദ ഗോത്രത്തിൽ മനുഷ്യാവതാരം ചെയ്യുകയായിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ദൈവം ഒരു ചോരക്കുഞ്ഞായി പിറന്നു വീഴുമെന്ന് അവരുടെ യുക്തിക്ക് ചിന്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. ദൈവം മനുഷ്യനാകും, മിശിഹയായി വരും, ദൈവരാജ്യം സ്ഥാപിക്കാൻ വരും എന്നവർക്കറിയാം. പക്ഷെ അത് രാജകൊട്ടാരത്തിലെ ആരെങ്കിലും ആയിരിക്കുമെന്നാകാം പാവങ്ങൾ വിചാരിച്ചത്. ഒരു ദരിദ്ര തച്ചൻ്റെ വീട്ടിൽ നിന്നാണോ മശിഹ മഹാരാജാവ് എഴുന്നേൽക്കുന്നത് എന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് യേശുവിനെ പിടിക്കാൻ വേണ്ടി അവർ കുടുക്ക് ചോദ്യങ്ങളുമായിട്ട് വന്നത്. കർത്താവായ യേശു അവരുടെ ചങ്കിന് കൊള്ളുന്ന നിലയിൽ അസ്ത്രം പോലെ അവരോട് ദൈവവചനം പറഞ്ഞു. ശരിക്കും അവർക്കത് മുറിവേറ്റു. അവർ തമ്മിൽ പറഞ്ഞു, ഇത് നമ്മളെക്കുറിച്ചാണ്. ദൈവം നമ്മിൽ നിന്ന് സകല അധികാരവും മഹത്വവും പിടിച്ചെടുത്ത് പുറജാതികൾക്ക് കൊടുക്കുമെന്നാണ് ഇവൻ പറയുന്നത്. വാസ്തവത്തിൽ ഇതൊക്കെ ബൈബിളിലുണ്ട്, പഴയ നിയമത്തിലുണ്ട്. പക്ഷേ അതൊന്നും വിശ്വസിക്കാനായിട്ട് യഹൂദന്മാർ കഴിഞ്ഞില്ല. യഹൂദന്മാർ വിചാരിച്ചത് തങ്ങളില്ലെങ്കിൽ ദൈവമില്ല എന്നാണ്. അരുളപ്പാടുകൾ തങ്ങളുടെ കയ്യിലല്ലേ, ആരാധന തങ്ങളുടെ കയ്യിലല്ലേ, പുരോഹിതന്മാർ തങ്ങളല്ലേ, ദേവാലയം തങ്ങളുടെ കസ്റ്റഡിയിലല്ലേ, അതുകൊണ്ട് ദൈവത്തിന് ആരാധനയും ഒക്കെ ചെല്ലണമെങ്കിൽ തങ്ങൾ വേണം, തങ്ങളില്ലെങ്കിൽ ദൈവമില്ല എന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ യഹൂദന്മാർ ദൈവത്തെ നിഷേധിക്കുമെന്നും ദൈവപുത്രനായ യേശുവിനെ കുരിശിക്കുമെന്നും അറിഞ്ഞ ദൈവം, സർവജ്ഞാനിയായ ദൈവം, തീർച്ചയായിട്ടും പ്രജാതികളായ ദൈവമില്ലാത്ത, വചനമില്ലാത്ത, പ്രമാണമില്ലാത്ത, ധാർമ്മികതയില്ലാത്ത ആളുകളെ തൻ്റെ മക്കളാക്കുവാൻ, അവരെ ഒരുക്കി ദൈവത്തിന് കൊള്ളാവുന്നവരാക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അതാണ് യേശു ഇവരോട് പറഞ്ഞത്. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ ഇത് ദൈവദൂഷണമാണ് എന്ന് വിചാരിച്ച്, തങ്ങളെ പരിഹസിക്കുകയാണെന്ന് വിചാരിച്ച് യേശുവിനെ കൊല്ലാനായിട്ട്, പിടിക്കാനായിട്ട് അവർ ശ്രമിച്ചു. പക്ഷേ ചുറ്റും നിൽക്കുന്ന പുരുഷാരം യേശുവിനെ ഒരു പ്രവാചകനായി, യോഹന്നാൻ സ്നാപകനെ പോലെ ഒരു പ്രവാചകനായി അംഗീകരിച്ചിരുന്നത് കൊണ്ട് അവനെ പിടിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ പുറജാതികൾക്ക് നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ കാൽവറി മരണത്തോടുകൂടെ നമുക്ക് സാധിച്ചത്. യേശുവിൻ്റെ സുവിശേഷം സകല ജാതികളോടും പ്രസംഗിക്കാനാണ് യേശു പറഞ്ഞത്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നമ്മുടെ ജാതിയോ നിറമോ നമ്മുടെ പശ്ചാത്തലമോ ഒന്നും നോക്കാതെ യേശു നമ്മളെ തൻ്റെ മക്കളാക്കും. ഇതാണ് സുവിശേഷം. ഈ സുവിശേഷത്തെ നിരാകരിക്കാതെ ആദരിക്കുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നു വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.